ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M3 വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് പഠിച്ചുകൊണ്ടിരുന്നത്? 1857 വിപ്ലവത്തെക്കുറിച്ചാണ് അല്ലേ? അതിൽ ആരൊക്കെയാണ് ഏതെല്ലാം സ്ഥലത്ത് ആരൊക്കെയാണ് വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. 1857 വിപ്ലവം നടന്ന സ്ഥലങ്ങൾ, ആ വിപ്ലവത്തെ സ്വാധീനിച്ച് അല്ലെങ്കിൽ ആ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പം നമ്മൾ മധുര വരെയും പറഞ്ഞു നിർത്തി അല്ലേ? മധുരയിൽ ദേവി സിംഗ് ആണ് നമ്മുടെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്വാളിയോറിൽ ആരാണ്? ഗ്വാളിയോർ എന്ന സ്ഥലത്ത് നമ്മുടെ ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഈ സ്ഥലത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി ആണ്. ആരാണ്? റാണി ലക്ഷ്മിബായി ആണ് എവിടെ നേതൃത്വം നൽകിയത്? ഗ്വാളിയോറിലെ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ റാണി ലക്ഷ്മിബായി വേറൊരു സ്ഥലത്ത് കൂടി കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം നമ്മളുടെ ഈ ക്ലാസ് കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഝാൻസിയിൽ ആരായിരുന്നു നേതൃത്വം നൽകിയ വ്യക്തി? ഝാൻസിയിലും റാണി ലക്ഷ്മിബായി ആണ് നേതൃത്വം നൽകിയത്. അതുപോലെ ഇപ്പോൾ പറഞ്ഞത് എന്താ? ഗ്വാളിയോറിലും റാണി ലക്ഷ്മിബായിയും താന്തിയോ തോപ്പി. ഗ്വാളിയോറിൽ 2 പേരുണ്ട്. റാണി ലക്ഷ്മിബായി ഉണ്ട്, അതുപോലെ ആരാണ്? മറ്റൊരു വ്യക്തിയാണ് താന്തിയോ തോപ്പി. ആരൊക്കെയാണ്? താന്തിയോ തോപ്പി, ഗ്വാളിയോറിലെ റാണി ലക്ഷ്മിബായിയും താന്തിയോ തോപ്പിയും. ഗ്വാളിയോറിൽ ആരാണ്? റാണി ലക്ഷ്മിബായി, താന്തിയോ തോപ്പി. 2 പേരാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ അത് മറക്കരുത്. ഗ്വാളിയോറിൽ റാണി ലക്ഷ്മിബായിയും താന്തിയോ തോപ്പിയുമാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇനി അടുത്തൊരു സ്ഥലമാണ് ഹരിയാനയിൽ ആരാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്? റാവു തുലാറാം. ഹരിയാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? റാവു തുലാറാം ആണ്. അപ്പോൾ ഹരിയാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? റാവു തുലാറാം. ഗ്വാളിയോറിൽ ആരാണ്? റാണി ലക്ഷ്മിബായി, താന്തിയോ തോപ്പി. ഹരിയാനയിൽ ആരാണ്? റാവു തുലാറാം ആണ് ഹരിയാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഗ്വാളിയോറിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി ആണെന്ന് പഠിച്ചു. താന്തിയോ തോപ്പിയും റാണി ലക്ഷ്മിബായിയുമാണ്. ഹരിയാനയിൽ റാവു തുലാറാം ആണ്. ഇനി നമ്മൾ അടുത്തൊരു പ്ലേസ് പഠിക്കുകയാണ്, ആസാമിൽ ആരാണ്? ആസാമിൽ ആരാണ്? മണിറാം ദത്ത. ആസാമിൽ ആരാണ് നേതൃത്വം നൽകിയത്? മണിറാം ദത്തയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ആസാമിൽ ആരാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്? മണിറാം ദത്തയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഗ്വാളിയോറിലെ റാണി ലക്ഷ്മിബായി, താന്തിയോ തോപ്പി. ഹരിയാനയിലെ റാവു തുലാറാം ആണ്. ആസാമിലെ മണിറാം ദത്ത. ആസാമിൽ ആരാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്? മണിറാം ദത്തയാണ് ആസാമിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇനി സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ലക്നൗ, ഔധ്, ആഗ്ര. ഈ 3 പ്ലേസിലും ഒറ്റ വ്യക്തിയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഏതൊക്കെയാണ് ഈ 3 പ്ലേസ്? ലക്നൗ, ഔധ്, പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് ആഗ്ര. ഈ 3 പ്ലേസിൽ കൂടി നേതൃത്വം നൽകുന്ന വ്യക്തി ബീഗം
ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹൽ. അപ്പോൾ PSCയുടെ ഒട്ട് മിക്ക ക്വസ്റ്റ്യനിലും ലക്നൗവിൽ നേതൃത്വം നൽകിയത് ആരാണെന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ലക്നൗ, ആഗ്ര, ഔധ് ഈ 3 സ്ഥലത്ത് ഈ 3 പ്ലേസിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ് നമ്മുടെ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ലക്നൗ, ഔധ്, ആഗ്ര ഈ 3 പ്രദേശത്തും ആരാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്? ബീഗം ഹസ്രത്ത് മഹലാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇനി ഒരു സ്ഥലം കൊണ്ടുണ്ട് അയോധ്യയിൽ കൂടി ബീഗം ഹസ്രത്ത് മഹൽ തന്നെയാണ് നേതൃത്വം നൽകിയത്. അപ്പോൾ 4 സ്ഥലം ലക്നൗ, ഔധ്, ആഗ്ര, അയോധ്യ. അയോധ്യയിൽ കൂടി ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ് നേതൃത്വം നൽകിയത് കലാപത്തിന്. അപ്പോൾ ആരൊക്കെയാണ്? ലക്നൗ, ഔധ്, ആഗ്ര, അയോധ്യ ഈ 4 പ്ലേസിലും കൂടി ഒറ്റ വ്യക്തിയാണ് നേതൃത്വം നൽകിയത്. ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. അപ്പം നമ്മൾ ഹരിയാനയിൽ റാവു തുലാറാം, ആസാമിൽ മണിറാം ദത്ത, ലക്നൗ, ഔധ്, ആഗ്ര, അയോധ്യ ഇവിടെ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ് നേതൃത്വം നൽകിയത്. ഗോളിയോറിൽ ആരാണ്? റാണി ലക്ഷ്മിബായി താന്തിയോ തോപ്പിയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു 7 പ്ലേസുകളും അവിടെ നേതൃത്വം നൽകിയ വ്യക്തികളുടെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള പ്ലേസുകൾ പഠിക്കുക കേട്ടോ. ഇനി ബീഹാർ, ജഗദീഷ്പൂർ അടുത്തൊരു പ്ലേസാണ് ബീഹാർ. അപ്പോൾ ഇതും PSC ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ജഗദീഷ്പൂർ ആരാ? ഇതും 3 സ്ഥലങ്ങളാണ്. ബീഹാർ, ജഗദീഷ്പൂർ, ആരാ. ഈ 3 സ്ഥലങ്ങളിൽ കൂടി നേതൃത്വം നൽകിയിരിക്കുന്ന ആരാണ്? കൺവർ സിംഗ് ആണ്. കൺവർ സിംഗ്. അപ്പോൾ ഈ 3 സ്ഥലത്തിലും കൂടി നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കൺവർ സിംഗ് ആണ്. ഞാനിത് മായ്ച്ചിട്ട് എഴുതാം. കൺവർ സിംഗ്. ഈ 3 സ്ഥലങ്ങളിൽ കൂടി നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കൺവർ സിംഗ് ആണ്. ഏതൊക്കെയാണ് ആ 3 പ്ലേസ്? ബീഹാർ, ജഗദീഷ്പൂർ, ആരാ. ഏതാണ് 3 പ്ലേസ്? ബീഹാർ, ജഗദീഷ്പൂർ, ആരാ. ഈ 3 സ്ഥലത്ത് കൂടി നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കൺവർ സിംഗ് ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ലക്നൗ, ഔധ്, ആഗ്ര, അയോധ്യ ഈ 4 സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണെന്ന് പഠിച്ചു അല്ലേ. ഇനി ബീഹാർ, ജഗദീഷ്പൂർ, ആരാ ഈ 3 സ്ഥലങ്ങളിലും ആരാണ് നേതൃത്വം നൽകിയത്? കൺവർ സിംഗ് ആണ്. കൺവർ സിംഗ് ആണ് ഈ 3 സ്ഥലങ്ങളിലും നേതൃത്വം നൽകിയത്. ഇനി മറ്റൊരു സ്ഥലമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബറേലി, റോഹിൽഗഡ്. ബറേലി, റോഹിൽഗഡ്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലും നേതൃത്വം നൽകിയേക്കുന്ന വ്യക്തി ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ ആണ്. ഖാൻ ബഹദൂർ ഖാൻ. അപ്പോൾ ഏതാണ്? ബറേലി, റോഹിൽഗഡ് ഈ 2 സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയേക്കുന്ന വ്യക്തി ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ ആണ്. അപ്പോൾ ഇത് എഴുതിയത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മൾ ഈ കൈ വെച്ച് എഴുതുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കൂടുതലും നല്ലൊരു സംവിധാനം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻസിലൂടെ അറിയിച്ചാൽ നമ്മൾ ഇതിലും കുറച്ച് മികച്ച രീതിയിൽ ക്ലാസ്സുകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ ബറേലി, റോഹിൽഗഡ് ഈ 2 സ്ഥലങ്ങളിലും ഖാൻ ബഹദൂർ ഖാൻ ആണ് കേട്ടോ. ബറേലി, റോഹിൽഗഡ് ഈ 2 സ്ഥലങ്ങളിൽ ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ. ബറേലി, റോഹിൽഗഡ്, ഖാൻ ബഹദൂർ ഖാൻ ആണ്. ബീഹാർ, ജഗദീഷ്പൂർ, ആരാ ഇവിടെ ആരാണ്? കൺവർ സിംഗ് ആണ്. ഇനി മാണ്ടസോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരാണ്? മാണ്ടസോർ ഇതൊന്നും അത്ര അധികം PSC ചോദിച്ചിട്ടില്ല. ഇനി നമ്മുടെ എന്താ പറയുക ഈ ചേരുംപടി ചേർക്കാൻ അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മാണ്ടസോർ ഫിറോസ് ഷായാണ്.
അപ്പോൾ മാണ്ടസോറിൽ ആരാണ് നേതൃത്വം നൽകിയത്? ഫിറോസ് ഷായാണ്. മാണ്ടസോറിൽ ആരാണ്? ഫിറോസ് ഷായാണ് മാണ്ടസോറിലെ നേതൃത്വം നൽകിയത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് പ്ലേസ് ആണ് ഔദ്. ഔദ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഔദിൽ ആരാണ് നേതൃത്വം നൽകിയത്? ഔദിൽ നേതൃത്വം നൽകിയത് 3 വ്യക്തികളാണ് ഔദിൽ നേതൃത്വം നൽകിയത്. അപ്പോൾ നമ്മുടെ ബീഗം ഹസ്രത്ത് മഹൽ നമ്മൾ പറഞ്ഞു അല്ലേ? ലക്നൗ, ഔദ്, ആഗ്ര, അയോധ്യ. ഇവിടെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറഞ്ഞു. പക്ഷേ ഔദിൽ ബീഗം ഹസ്രത്ത് മഹൽ മാത്രമല്ല നേതൃത്വം നൽകിയിരിക്കുന്നത്. വേറെ 2 പേര് കൂടി നേതൃത്വം നൽകിയിട്ടുണ്ട്. വാജിദ് അലി ഷാ. വാജിദ് ഒന്നാമത്തെ ആൾ വാജിദ് അലി ഷായാണ്. ഒന്നാമത്തെ ആൾ വാജിദ് അലി ഷായും പിന്നെ ബിർജാസ് ഖാനും. അങ്ങനെ 2 വ്യക്തികൾ കൂടി ബീഗം ഹസ്രത്ത് മഹലിനോടൊപ്പം അവിടെ കലാപം നടന്നപ്പോൾ നേതൃത്വം നൽകിയ 2 വ്യക്തികളാണ് വാജിദ് അലി ഷായും ബിർജാസ് ഖാനും. അങ്ങനെ 2 വ്യക്തികളാണ് വാജിദ് അലി ഷായും ബിർജാസ് ഖാനും ബീഗം ഹസ്രത്ത് മഹലും വാജിദ് അലി ഷാനും. ഈ 3 പേര് ചേർന്നിട്ടാണ് ഔദിൽ എന്ത് ചെയ്യുന്നത്? ഔദിൽ കലാപത്തിന് നേതൃത്വം നൽകുന്നത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് പ്ലേസ് ആണ് UP, ഉത്തർപ്രദേശ്. UP അതുപോലെ ബറൗട്ട് പർഗാന. ഈ 3 സ്ഥലം UPയിൽ ബറൗട്ട്, പർഗാന ഈ സ്ഥലങ്ങളിലൊക്കെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഷാമൽ. ഇത് ഒറ്റത്തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണെന്ന് തോന്നുന്നു. UP, ബറൗട്ട്, പർഗാന ഈ 3 സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഷാമൽ. ഇനി ഛോട്ടാ നാഗ്പൂർ. അപ്പോൾ ഇവിടെ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയത് ഒരു കോൾ വർഗമാണ്, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവരെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഗോനു എന്നറിയപ്പെടുന്ന വിഭാഗം. ഈ ഗോനു എന്നറിയപ്പെടുന്ന വിഭാഗം 1857 എവിടെയാണ് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഛോട്ടാ നാഗ്പൂർ എന്ന അവിടുത്തെ കോൾ വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഗോനു എന്നറിയപ്പെടുന്ന വ്യക്തി. അപ്പോൾ ഈ ഗോനു എന്ന വ്യക്തിയാണ് ഛോട്ടാ നാഗ്പൂരിലെ കോൾ വർഗ്ഗക്കാരനാണ്. അവിടുത്തെ 1857 ആ ഛോട്ടാ നാഗ്പൂരിലെ കോൾ വർഗ്ഗക്കാരുടെ ഇടയിൽ ഈ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഗോനു എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് പഠിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഗോളിയോറിൽ ആരാണ് നേതൃത്വം നൽകിയത്? റാണി ലക്ഷ്മിബായി താന്തിയോ തോപ്പി ആണെന്ന് പഠിച്ചു. ഹരിയാനയിലെ റാവു തുലാറാം ആണെന്ന് പഠിച്ചു. ആസാമിലെ മണിറാം ദത്തയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ലക്നൗ, ഔദ്, ആഗ്ര, അയോധ്യ ഇവിടേക്ക് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ഔദിലെ ബീഗം ഹസ്രത്ത് മഹൽ മാത്രമല്ല വാജിദ് അലി ഷാനും ബിർജാസ് ഖാനും കൂടി കലാപത്തിന് നേതൃത്വം നൽകി. ഇനി ബീഹാർ, ജഗദീഷ്പൂർ, ആരാ ഇവിടെ ആരാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്? കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബീഹാർ, ജഗദീഷ്പൂർ, ആരാ ഇവിടെ കൻവർ സിംഗ് ആണ് നേതൃത്വം നൽകിയത്. ഇനി ബറേലി, റോഹിൽഗഡിൽ ആരാണ്? ബഹദൂർ ഖാൻ ആണ്. ബറേലി, റോഹിൽഗഡിൽ. മാണ്ടസോറിൽ ആരാണ്? ഫിറോസ് ഷായാണ്. ഔദിൽ നമ്മൾ പറഞ്ഞു വാജിദ് അലി ഷാ, ബീഗം ഹസ്രത്ത് മഹൽ, ബിർജാസ് ഖാൻ ആണെന്ന് പറഞ്ഞു. ഇനി UP ബറൗട്ട് പർഗാനയിൽ ആരാണ്? ഷാമലാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഛോട്ടാ നാഗ്പൂരിലെ കോൾ വർഗ്ഗക്കാരുടെ ഇടയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഗോനു ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കലാപവും 1857 കലാപം നടന്ന സ്ഥലങ്ങളും അതിന് നേതൃത്വം നൽകിയ വ്യക്തികളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കലാപം അടിച്ചമർത്തിയ ആളുകളെക്കുറിച്ചാണ്. അപ്പോൾ
അപ്പോൾ കലാപം അടിച്ചമർത്തിയത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കലാപം ആരൊക്കെ എവിടേക്കാണ് അടിച്ചമർത്തിയതെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 1857 കലാപം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? പഞ്ചാബ് എന്ന പ്രദേശത്ത് എന്താണ് ഈ 1857 കലാപം വ്യാപിച്ചിട്ടില്ല. അതുപോലെ ബോംബെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബോംബെ, അതുപോലെ മദ്രാസ്. അപ്പോൾ ഈ 3 പ്രദേശങ്ങളിൽ എന്താണ് 1857 കലാപം വ്യാപിച്ചിട്ടില്ല. അപ്പോൾ 1857 കലാപം വ്യാപിക്കാത്ത സ്ഥലങ്ങൾ ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഏതാണ്? പഞ്ചാബ്, ബോംബെ, മദ്രാസ്. ഈ 3 സ്ഥലങ്ങളിലും എന്താണ് ഈ കലാപം വ്യാപിച്ചിട്ടില്ല, ഈ കലാപം നടന്നിട്ടില്ല, അല്ലെങ്കിൽ കലാപത്തിൻ്റെ യാതൊരു ഇതും ഈ 3 സ്ഥലങ്ങളിലും ഉണ്ടായിട്ടില്ല. അതാണ് പഞ്ചാബ്, ബോംബെ, മദ്രാസ്. ഇത് കലാപം വ്യാപിക്കാത്ത പ്രദേശങ്ങളാണെന്ന് ഓർത്ത് പഠിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കലാപം അടിച്ചമർത്തിയ നേതാക്കന്മാരെ കുറിച്ചാണ്. ഓരോ സ്ഥലത്തും ഓരോ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവരെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡും ഭക്തിഖാനുമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡും ഭക്തിഖാനുമാണ് അല്ലേ? നമ്മൾ 1857 കലാപത്തിൽ ചക്രവർത്തിയായിട്ട് കണക്കാക്കിയത് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനെയായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സെക്കൻഡും ഭക്തിഖാനുമാണ്. അപ്പോൾ ഈ ഡൽഹിയിൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേരാണ് നിക്കോൾസൺ. ഹഡ്സൺ. അപ്പോൾ ഡൽഹിയിൽ കലാപം അടിച്ചമർത്തിയ വ്യക്തിയാണ് നിക്കോൾസൺ ഹഡ്സൺ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഡൽഹിയിൽ കലാപം അടിച്ചമർത്തിയത് ആരാണ്? നിക്കോൾസൺ ഹഡ്സൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഡൽഹിയിൽ കലാപം അടിച്ചമർത്തിയത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്, അപ്പോൾ ഡൽഹിയിൽ ആരാണ്? നിക്കോൾസൺ ഹഡ്സൺ ആണ് ഡൽഹിയിൽ കലാപം അടിച്ചമർത്തിയത്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പ്ലേസ് നമ്മൾ ഇടാൻ പോണേ കാൺപൂർ. അപ്പോൾ അടുത്തത് പഠിക്കാനാണ് കാൺപൂർ. അപ്പോൾ കാൺപൂരിൽ ആരാണ് നേതൃത്വം നൽകിയത്? കാൺപൂരിലെ നാനാ സാഹിബും താന്തിയോ തോപ്പിയായിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ കലാപം അടിച്ചമർത്തിയത് ആരാണ്? കോളിൻ ക്യാമ്പലാണ്. അപ്പോൾ കോളിൻ ക്യാമ്പലാണ് നമ്മുടെ കലാപം അടിച്ചമർത്തിയ വ്യക്തി. ഹാവ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ കോളിൻ ക്യാമ്പലാണ് കാൺപൂരിൽ. അപ്പോൾ ഡൽഹിയിൽ നിക്കോൾസൺ ഹഡ്സൺ ആണെങ്കിൽ കാൺപൂരിൽ കോളിൻ ക്യാമ്പലാണ് കലാപം അടിച്ചമർത്തിയത്. അപ്പോൾ കാൺപൂരിൽ ആരാണ്? കോളിൻ ക്യാമ്പലാണ് കലാപം അടിച്ചമർത്തിയത്. ഇനി നെക്സ്റ്റ്, അപ്പോൾ കാൺപൂർ പഠിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് ആ പേരങ്ങോട്ട് പഠിച്ചെടുക്കാം. കാൺപൂരിൽ ആരാണ്? കോളിൻ ക്യാമ്പലാണ് കലാപത്തെ അടിച്ചമർത്തിയത്. ഇനി നമ്മൾ നെക്സ്റ്റ് പ്ലേസ് പറയാൻ പോവുകയാണ് ഝാൻസി. അപ്പോൾ ഝാൻസിയിൽ നമുക്കറിയാം, ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ ഝാൻസി റാണി അല്ലേ? റാണി ലക്ഷ്മിബായ് എന്നൊക്കെ, മണികർണിക എന്നൊക്കെ അറിയപ്പെടുന്ന ഝാൻസി റാണിയാണ് ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ ഝാൻസിയിൽ കലാപം അടിച്ചമർത്തിയ വ്യക്തി ആരാണ്? ഹ്യൂഗ് റോസ് ആണ്. അപ്പോൾ ഝാൻസിയിൽ കലാപം അടിച്ചമർത്തിയ വ്യക്തി ആരാണ്? ഹ്യൂഗ് റോസ് ആണ് ഝാൻസിയിൽ കലാപം അടിച്ചമർത്തുന്നത്. ഇത് ഒത്തിരി തവണ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഝാൻസിയിൽ കലാപം അടിച്ചമർത്തിയത് ആരാണ്? ഹ്യൂഗ് റോസ് ആണ് ഝാൻസിയിൽ കലാപം അടിച്ചമർത്തിയത്. ഹ്യൂഗ് റോസ്. ഇനി ലക്നൗ, ഇനി അടുത്ത പ്ലേസ് ആണ്. അപ്പോൾ നിങ്ങളിത് പോസ് ചെയ്തിട്ട് ഒന്ന് പഠിച്ചിട്ട് അടുത്ത് കാണാം. ഇനി അടുത്തതാണ് ലക്നൗ.
ലക്നൗവിൽ ആരാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്? ബീഗം ഹസ്രത്ത് മഹലാണെന്ന് നമ്മൾ പഠിച്ചു ഓൾറെഡി. അപ്പോൾ ഇവിടെയും കോളിംഗ് ക്യാമ്പൽ തന്നെയാണ്. കോളിംഗ് ക്യാമ്പൽ വേറൊരു സ്ഥലത്തുണ്ടായിരുന്നല്ലോ, അതേതാണ്? കാൺപൂരിൽ അല്ലേ? അപ്പോൾ ഇവിടെയും ആരാണ്? കോളിംഗ് ക്യാമ്പൽ തന്നെയാണ് ലക്നൗവിലും കലാപത്തെ അടിച്ചമർത്തുന്നത്. ലക്നൗവിലും ബറേലി. അപ്പോൾ കാൺപൂർ, ലക്നൗ, ബറേലി ഇവിടെയൊക്കെ ആരാണ്? ഇവിടേക്ക് ക്യാമ്പൽ തന്നെയാണ്, കോളിംഗ് ക്യാമ്പലാണ് അടിച്ചമർത്തുക. കാൺപൂർ, ബറേലി, ലക്നൗ ഇവിടെയൊക്കെ ആരാണ്? കോളിംഗ് ക്യാമ്പലാണ് കലാപം അടിച്ചമർത്തുന്നത്. ഝാൻസിയിലെ ഹ്യൂഗ് ആണ് കലാപം അടിച്ചമർത്തിയത്. ഡൽഹിയിൽ ആരാണ്? നിക്കോൾസൺ ഹഡ്സൺ ആണ്. ഇനി ആരാ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവരാരുമല്ല അടിച്ചമർത്തുന്നത്. ആരാ എന്ന് പറഞ്ഞ സ്ഥലത്ത് വില്യം ടൈലറാണ്. വില്യം ടൈലറാണ് ആരാ എന്ന് പറയുന്ന പ്രദേശത്ത് അടിച്ചമർത്തുന്നത്. ആരാണ്? വില്യം ടൈലറാണ് ആരാ എന്ന പ്രദേശത്ത്. അപ്പോൾ ഡൽഹിയിൽ നിക്കോൾസൺ ഹഡ്സൺ, കാൺപൂരിലും ലക്നൗവിലും ബറേലിയിലും ക്യാമ്പലാണ്. ഝാൻസിയിലെ ഹ്യൂഗ് ആണ്. ആര്യയിൽ വില്യം ടൈലറാണ് കലാപം അടിച്ചമർത്തിയതെന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ 1857 കലാപത്തെ വിശേഷിപ്പിച്ചവർ. അപ്പോൾ നമ്മൾ ഈ 1857 കലാപത്തെ പല വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VD സവർക്കറാണ്. അപ്പോൾ VD സവർക്കർ എന്താണ് പറഞ്ഞത്? 1857 കലാപത്തിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? VD സവർക്കർ. അതിനുള്ള ആൻസർ എന്താണ്? VD സവർക്കറാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞത് ആരാണ്? VD സവർക്കറാണ്. ഇനി ശിപ്പായി ലഹള എന്ന് പറഞ്ഞത് ആരാണ്? നമ്മൾ 1857 കലാപത്തിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞത് ആരാണ്? VD സവർക്കറാണ്. ശിപ്പായി ലഹള എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോറൻസ് സീലിയാണ്. ആരാണ്? ജോൺ ലോറൻസ് സീലി. അപ്പോൾ ശിപ്പായി ലഹള എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ജോൺ ലോറൻസ് സീലിയാണ് ശിപ്പായി ലഹള എന്ന് പറഞ്ഞത്. ആരാണ് ശിപ്പായി ലഹള എന്ന് പറഞ്ഞത്? ജോൺ ലോറൻസ് സീലിയാണ് ശിപ്പായി ലഹള എന്ന് പറഞ്ഞത്. അപ്പോൾ അത് രണ്ടും പഠിച്ചില്ലേ? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം VD സവർക്കർ, ശിപ്പായി ലഹള ജോൺ ലോറൻസ് സീലി. ഇനി ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലേതുമല്ല എന്നൊക്കെ പറഞ്ഞത് ആരാണ്? RC മജുംദാറാണ്. RC മജുംദാർ എന്താണ് പറഞ്ഞത്? മജുംദാർ എന്താണ് പറഞ്ഞത്? ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലേതുമല്ല എന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? RC മജുംദാറാണ്. ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലേതുമല്ല എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? RC മജുംദാറാണ്. ഇനി ആഭ്യന്തര കലാപം എന്ന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? SB ചൗധരിയാണ് ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? SB ചൗധരി. ഇനി ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉയർത്തെഴുന്നേൽപ്പ് വില്യം ഡാൽറിംപിൾസ്. വില്യം ഡാൽറിംപിൾസ് എന്താണ് പറഞ്ഞത്? വില്യം റിംപിൾസ് എന്നാണ്. അപ്പോൾ വില്യം ഡാൽറിംപിൾസ് എന്താണ് പറഞ്ഞത്? ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞത് വില്യം ഡാൽറിംപിൾസ് ആണെങ്കിൽ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞത് ആരാണ്? അത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്.
അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞത് ആരാണ്? വില്യം ഡാൾട്രിംസ് ആയിരുന്നെങ്കിൽ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞത് ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ബെഞ്ചമിൻ ഡിസ്രേലിയാണ് ദേശീയ ഉയർത്തെഴുന്നേൽപ്പെന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ചത്. ഇനി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം. അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി.ഡി. സവർക്കറാണ്. ഇനി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? താരാചന്ദ്. അപ്പോൾ താരാചന്ദ് എന്താണ് പറഞ്ഞത്? രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന് പറഞ്ഞത് ആരാണ്? താരാചന്ദാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന് പറഞ്ഞത് ആരാണ്? താരാചന്ദ്. ഇനി പരിഷ്കൃതവും അപരിഷ്കൃതരും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞത് ആരാണ്? പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞത് ആരാണ്? ടി.ആർ. ഹോംസ് ആണ്. ടി.ആർ. ഹോംസ്. എന്താണ്? അപരിഷ്കൃതരും പരിഷ്കൃതരും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞത് ആരാണ്? അങ്ങനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ടി.ആർ. ഹോംസ് ആണ്. ടി.ആർ. ഹോംസ്. പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള യുദ്ധം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ടി.ആർ. ഹോംസ് ആണ്. ഇനി ഫ്യൂഡൽ റിവോൾട്ട് ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് 1857 കലാപത്തിനെ എം.എൻ. റോയ് ആണ്. അപ്പോൾ ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എം.എൻ. റോയ് ആണ് ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത്. ഇനി ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി. അത് നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കറിയാം. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി. ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് എം.എൻ. റോയ് ആണെങ്കിൽ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ചെകുത്താൻ്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ചെകുത്താൻ്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. 1857 കലാപത്തിന് ചെകുത്താൻ്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇനി ഫ്രഞ്ച് വിപ്ലവമായിട്ട് താരതമ്യം ചെയ്തത് ആരാണ്? അത് കാൾ മാക്സ് ആണ്. അപ്പോൾ 1805 വിപ്ലവത്തെ ഫ്രഞ്ച് വിപ്ലവമായിട്ട് താരതമ്യം ചെയ്ത വ്യക്തി ആരാണ്? കാൾ മാക്സ് ആണ്. ഇനി ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞത് എസ്.ബി. ചൗധരിയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ദേശീയ കലാപം എന്ന് പറഞ്ഞത് ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. അദ്ദേഹം വേറൊരു കാര്യങ്ങളും പറഞ്ഞു, ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്നും പറഞ്ഞു അല്ലേ. ഇനി ദേശീയ കലാപം എന്ന് പറഞ്ഞത് ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലി. ദേശീയ കലാപം അങ്ങനെ പറഞ്ഞത് ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞതും ബെഞ്ചമിൻ ഡിസ്രേലി തന്നെയാണ്. ഫ്രഞ്ച് വിപ്ലവമായിട്ട് താരതമ്യം ചെയ്തത് ആരാണ്? കാൾ മാക്സ് ആണ്. ചെകുത്താൻ്റെ കാറ്റ് എന്ന് പറഞ്ഞത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. ഫ്യൂഡൽ റിവോൾട്ട് എന്ന് പറഞ്ഞത് ആരാണ്? എം.എൻ. റോയ് ആണ്. പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള യുദ്ധം എന്നൊക്കെ പറഞ്ഞത് ആരാണ്? ടി.ആർ. ഹോംസ് ആണ്. ഇനി എന്താണ്? രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന് പറഞ്ഞത് ആരാണ്? താരാചന്ദ് ആണ്. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞത് വില്യം ഡാൾറിംബിൾസ് ആണ്. ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞത് ആരാണ്? എസ്.ബി. ചൗധരിയാണ്. ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലേതുമല്ല എന്ന് പറഞ്ഞത് ആരാണ്?
RC മജുംദാറാണ്. ശിപ്പായി ലഹള എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോറൻസ് സീലിയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജോൺ ലോറൻസ് സീലി. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VD സവർക്കറാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇനി 1857 കലാപവുമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ വ്യക്തികൾ, താന്തിയോ തോപ്പെ, അതുപോലെ ഝാൻസി റാണി, അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളൊക്കെയാണ് ഇനി ഇത്തിരി പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിനി സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ആ ടോപ്പിക്ക് കൂടി നമ്മളത് കവർ ചെയ്തു പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന SSCERTയിലെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് 1857 വിപ്ലവം എന്ന ടോപ്പിക്ക് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ പറയുന്ന ടോപ്പിക്ക് പിന്നെ ചൂഷണം തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് ഉണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇവിടെ നടത്തിയ സാമ്പത്തിക ചൂഷണമൊക്കെ ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിലൊക്കെ എന്താണ് നമുക്ക് ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കിയല്ലേ. ഈ മനോഭാവമാണ് പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ദേശീയതയുടെ രൂപത്തിലേക്ക് അല്ലേ, ദേശീയത എന്നൊരു കൺസെപ്റ്റിലേക്ക് നയിച്ച ഒരു ഘടകം. അപ്പോൾ ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ എന്താണ് നിലനിൽക്കുന്ന ഐക്യബോധത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദേശീയത എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ഭാവം, അതിനെയാണ് നമ്മൾ ദേശീയത, നമ്മളെല്ലാം ഇന്ത്യക്കാർ എന്നൊരു ബോധമാണ്. ഈ ഒരു ഐക്യബോധത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദേശീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ദേശീയത എന്ന് നമ്മൾ പല പുസ്തകങ്ങളിൽ വായിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ദേശീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലായത് അല്ലേ. നമ്മളെന്താണ് എല്ലാവരും എന്താണ് ഒരു ഐക്യബോധമാണ്, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു ഐക്യബോധം, അല്ലെങ്കിൽ നമ്മളൊരു രാജ്യക്കാരാണ് അല്ലേ. അപ്പോൾ ഇത് വളർന്നു വന്നത് നമ്മൾ ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളൊക്കെ അനുഭവിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമാണ് ഏത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് രൂപീകരിച്ചത്? 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ്. ആദ്യം പൂനെയിൽ വെച്ചാണ് സമ്മേളനമൊക്കെ നടത്താൻ തീരുമാനിച്ചത്. അപ്പം അന്ന് പൂനെയിൽ എന്താണ് പ്ലേഗിനെ തുടർന്ന് എന്താണ് സമ്മേളനം ബോംബെയിലോട്ട് മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ 1885 ആദ്യത്തെ സമ്മേളനത്തിൽ 72 പേരാണ് ഇതിൽ പങ്കെടുത്തത്. അതിനെ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ എന്താണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്കൊക്കെ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ആരാണ്? നമ്മളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? 72 പേരാണ് പങ്കെടുത്തത്. അപ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയൊക്കെ കുറിച്ച് സ്ഥിതിവിവര കണക്കുകളൊക്കെ ശേഖരിച്ചൊക്കെ പഠനം നടത്തിയത് ആരാണ്? നമ്മുടെ ദാദാഭായ് നവറോജി ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പിന്നെ പട്ടിണിയുടെയും ഒക്കെ കാരണങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്താണ് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൊക്കെ പ്രതിപാദിച്ചു. അതായത് ചോർച്ചാ സിദ്ധാന്തം എന്താണ്? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി അതുപോലെ എന്താണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റയക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി, ഇങ്ങനെയൊക്കെ എന്താണ് ഇന്ത്യയിൽ നിന്നും സമ്പത്ത് ചോർത്തി എടുത്തു കൊണ്ടുപോവുകയാണ് ആര്? ബ്രിട്ടീഷുകാർ. ഇതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ. അദ്ദേഹം ഏത് ബുക്കാണ്? പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകമാണ്. അതിലാണ് അദ്ദേഹത്തിൻ്റെ ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന സിദ്ധാന്തം അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നുവെന്നത് സംബന്ധിച്ച് സാധാരണക്കാരന് അവബോധമുണ്ടാക്കുന്നതിൽ എന്താണ് ദാദാഭായ് നവറോജി, അതുപോലെ രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ ആദ്യകാല നേതാക്കന്മാരുടെയൊക്കെ പങ്ക് വിലപ്പെട്ടതാണ്. ഇവരുടെയൊക്കെ കണ്ടെത്തലുകളിൽ നിന്നാണ് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായത് ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്യുകയാണെന്നുള്ളത്.
ഇനി സ്വദേശി പ്രസ്ഥാനം. എന്താണ് സ്വദേശി പ്രസ്ഥാനം? സാമ്പത്തിക ചോർച്ചയൊക്കെ തടയാൻ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കണമെന്നും പകരം ഇന്ത്യ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും എന്താണ് ആദ്യകാല ദേശീയ നേതാക്കന്മാർ ആഹ്വാനം ചെയ്തു. ഇതാണ് സ്വദേശി പ്രസ്ഥാനം. അതായത് 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച ഒരു സമരത്തിൻ്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു. അപ്പോൾ സമരത്തിൻ്റെ ഭാഗമായിട്ട് വിദേശ വസ്തുക്കളൊക്കെ ശേഖരിച്ച് പരസ്യമായിട്ട് കത്തിച്ചു. ഈ സമരരീതി സ്വദേശി പ്രസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് 1905 നമ്മളെ കാഴ്സൺ പ്രഭു ബംഗാളിനെ രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട് അല്ലേ. ഭൂരിഭാഗം മുസ്ലിം ഭൂരിപക്ഷം അങ്ങനെ ഹിന്ദു ഭൂരിപക്ഷം എന്നുള്ള പ്രദേശങ്ങളെ രണ്ടായിട്ട് ഇങ്ങനെ വിഭജിച്ചിട്ട് ഹിന്ദുക്കളിലും മുസ്ലിങ്ങളുടെ ഇടയിൽ എന്താണ് വർഗീയത വളർത്തുക എന്നതായിരുന്നു ഇവരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക അല്ലേ. വർഗീയത വളർത്തുക എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാഴ്സൺ പ്രഭുവിൻ്റെ. അപ്പോൾ അതിനെതിരെ ജനങ്ങൾ പ്രതിഷേധം നടത്തി. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധ മാർഗമായിരുന്നു എന്ത്? ബ്രിട്ടീഷുകാരുടെ വസ്തുക്കളൊക്കെ ബഹിഷ്കരിക്കുക. ബ്രിട്ടീഷ് വസ്തുക്കളൊക്കെ ബഹിഷ്കരിച്ച് ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന സമരമാർഗം. അന്നാണ് സ്വദേശി പ്രസ്ഥാനം എന്താവുന്നത്? ശക്തി ആർജിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സ്വദേശി പ്രസ്ഥാനം ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങളൊക്കെ പരസ്യമായിട്ട് തീ കൊളുത്തി ആണ് പ്രതിഷേധിച്ചിരുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്വദേശി പ്രസ്ഥാനം എന്ന്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും എന്താണ്? ബംഗാളിലായിരുന്നു. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേര് എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. അതിനാൽ ബംഗാളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ്? ബംഗാളാണ്. ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നാണ് ബംഗാൾ അറിയപ്പെടുന്നത്. അപ്പം 1905 കാഴ്സൺ പ്രഭു നമ്മളുടെ ബംഗാളിനെ രണ്ടായിട്ട് വിഭജിക്കുന്നത്. അപ്പോൾ ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചത് ആരാണ്? കാഴ്സൺ പ്രഭുവാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നമ്മളുടെ ഈ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വി.ഒ. ചിദംബരം പിള്ളയാണ്. ചിദംബരം പിള്ളയാണ് തമിഴ്നാട്ടിൽ നമ്മുടെ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഇദ്ദേഹം 1906 എപ്പോഴാണ്? 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി രൂപീകരിച്ചു. ഇദ്ദേഹത്തെയാണ് എന്തറിയപ്പെടുന്നത്? ഇദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സ്വദേശി പ്രസ്ഥാനമൊക്കെ വളർന്നു വന്നപ്പോൾ എന്താണ് നമ്മുടെ ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് കൂടുതൽ ഉണർവ് നൽകി അല്ലേ. അതായത് ബ്രിട്ടീഷുകാരുടെ വസ്തുക്കളൊക്കെ ബഹിഷ്കരിക്കാൻ തുടങ്ങി. ഇന്ത്യൻ വസ്തുക്കൾ മാത്രം, ഇന്ത്യയിൽ ഉൽപ്പാദിച്ച വസ്തുക്കൾ മാത്രം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യൻ വ്യവസായങ്ങളിലൊക്കെ പുരോഗമതി ഈ കാലഘട്ടത്ത് കൈവന്നു. അപ്പോൾ നമ്മുടെ സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടു. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്ര പാൽ. അപ്പോൾ ഈ 3 പേരും ചേർന്നിട്ടാണ് എന്തറിയപ്പെടുന്നത്? ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത്. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്ര പാൽ. അപ്പോൾ ഇവർ 3 പേരും ചേർന്നിട്ടാണ് ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകാണ് ഇങ്ങനെ പറഞ്ഞത്. ആരാണ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ
വ്യക്തി ആരാണ്? ബാലഗംഗാധര തിലകാണ്. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ചിട്ട് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ഇദ്ദേഹം വളരെ പങ്കുവഹിച്ച വ്യക്തിയാണ്. ഇതിനാൽ ഇദ്ദേഹത്തെ എന്താണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ബാലഗംഗാധര തിലകാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ പാഠപുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ പാഠപുസ്തകത്തിൽ. പിന്നെ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരായിട്ട് പ്രതിഷേധങ്ങളൊക്കെ ഒരു സംഘടിത രൂപം പ്രാപിച്ചത് എങ്ങനെയെന്ന് നമുക്ക് ഇപ്പം മനസ്സിലായി അല്ലേ? ഇത്തരം പ്രതിഷേധങ്ങളാണ് ഇന്ത്യൻ ദേശീയതയായിട്ട് പരിണമിച്ചത്. അപ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലെ മൂർച്ചയേറിയ ആയുധമായിരുന്നു എന്ത്? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, അങ്ങനെ സ്വദേശി നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗവും. അപ്പോൾ പിൽക്കാലത്ത് എന്താണ്? ഗാന്ധിജി വരുന്നുണ്ട് അല്ലേ? ഗാന്ധിജി വരുന്നതോടുകൂടി സമരങ്ങളൊക്കെ കൂടുതൽ ശക്തമാകുന്നുണ്ട്, ജനകീയമാകുന്നുണ്ട് അല്ലേ? പിന്നീടുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം, കൂടുതൽ ബെറ്ററായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിത് നേരെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യണേ, എഡിറ്റ് ഒന്നും ചെയ്യാതെ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ ബെറ്ററായിട്ട് ക്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റഡിയുടെ ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സ്റ്റഡി ഗ്രൂപ്പ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണം തീർച്ചയായും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി.